ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ വൈറ്റ് കളറിലെ പെയിൻറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേപ്പർ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, വൈറ്റ് കാർഡ്ബോർഡ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇലയുടെ ഷേപ്പിലൊരു കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഇലകൾ വരച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് പെയിൻറ്റ് അതിന് മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ സിമ്പിളായിട്ടൊരു നല്ല അടിപൊളി ഒരു ഡ്രോയിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇലകൾ വരയ്ക്കാൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ച് ഇലകൾ വരച്ചാലും മതി. അപ്പോൾ എനിക്കധികം വരയ്ക്കാൻ അറിയാൻ മേലാത്തത് കൊണ്ട് ഞാനിതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഫ്രെയിമിൽ ഫുള്ളൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ഇലയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ നൈഫൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിതുപോലെ കാർഡ്ബോർഡ് പേപ്പർ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലേക്കായിട്ട് ലൈറ്റ് ഗ്രീൻ കളറോടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലേ ഒരു ഭംഗിയായിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൂക്കളൂടെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു യെല്ലോ കളറും റോസ് കളറുമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്കായിട്ട് നമുക്ക് യെല്ലോ കളറും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എവിടെയൊക്കെ പൂക്കൾ വേണോ അവിടെയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സെയിം കളർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫെവിക്രിലിനും അക്രിലിക് കളേഴ്സിനേക്കാളും ഒക്കെ നല്ലത് നമ്മുടെ പേസ്റ്റ് ആയിട്ട് ബ്രഷ് കളർ കിട്ടില്ലേ, അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ ഇത്തിരി കൂടെ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കും. കാരണം ഇത് ലൂസായിട്ട് പെയിൻറ് ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് സ്പ്രെഡായി പോവും. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതങ്ങ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു ബഡ്സ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പേസ്റ്റ് രൂപത്തിലുള്ള കളറാണെങ്കിൽ ഇതിൽ നല്ല ഫിനിഷിങ് കിട്ടും. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഫ്രെയിം ഫുൾ ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ഡ്രോയിങ് ആണ്. അങ്ങനെ നമ്മൾ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാർണിഷ് കൂടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ടാൽ വരച്ച് തന്നേ പറയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യമേ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.